പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ഉള്ളിൽ വളരെ സെൻസിറ്റീവാണ്, പുറത്ത് സ്ട്രോങ്ങുമാണ്. എന്നാലും പുറത്ത് അത്ര സ്ട്രോങ്ങും അല്ല. ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ ഹൈ ആണ്. ഒരാളെ സ്നേഹിച്ചാൽ മുഴുവനായി അങ്ങനെ സ്നേഹിക്കും. അതുകൊണ്ട് പൊസസീവ്നെസ് ഉണ്ടാവും. അതുകൊണ്ട് അവർ അകലെ പോകാനും സാധ്യത വളരെ കൂടുതലാണ്. ബിട്രയലൊക്കെ എന്തായാലും ഉണ്ടാവും, അതായത് ചതിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡെസ്റ്റിനി, കർമ്മ, പാസ്റ്റ് ലൈഫ് വൈബ്സ് ഇതൊക്കെ നല്ല ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. ലേറ്റ് സക്സസ് ആണ്, പക്ഷേ സോളിഡാണ്. പെർമനൻ്റ് ആയിട്ട് തന്നെ സക്സസ് നിലനിൽക്കുകയും ചെയ്യും. ഇവർക്ക് ജീവിതം ഈസി അല്ല, പക്ഷേ മീനിങ് ഫുള്ള് തന്നെയാണ്. ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായിരുന്നു, കരിയറിലെ സ്റ്റാഗ്നേഷൻ, എഫേർട്ട് ഉണ്ടായിട്ടും റെക്കഗ്നീഷൻ കുറവ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി, പ്രഷർ, സ്ലീപ്പ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൊടുക്കുന്നത് എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 2025 കർമ്മിക്ക് ക്ലീൻസിങ് ഇയർ തന്നെ ആയിരുന്നു നിങ്ങൾക്ക്. 2026 നിങ്ങൾക്കൊരു ടേണിംഗ് പോയിൻ്റ് തന്നെ ആയിരിക്കും. 2026 ലൈഫ് സ്ലോലി ആയിരിക്കും, പക്ഷേ ഷുവർ ഷോട്ടായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്ഷനിലേക്ക് മാറാൻ എന്തായാലും കഴിയും. 2026 ജനുവരിയിൽ മെൻ്റൽ ക്ലാരിറ്റി സ്ലോലി റിട്ടേൺസ് ആണ്. അതായത് 2025 മെൻ്റൽ ക്ലാരിറ്റി മെല്ലെയാണ് വരുള്ളൂ. അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരിക്കും. ഓൾഡ് റിലേഷൻഷിപ്പ് തോട്ട് നന്നായിട്ട് ഡിസ്റ്റർബ് തന്നെ ചെയ്യും. അതിങ്ങനെ ആലോചിച്ചും കൊണ്ടേയിരിക്കും. കരിയർ ഒരു പ്ലാനിങ് പേസിലാണ്, ആലോചനയിൽ തന്നെ കരിയറും എന്തായാലും നിൽക്കുള്ളൂ. മണി അത്ര എന്തായാലും സാമ്പത്തികം നന്നായിട്ട് വരില്ല. കൺട്രോളായിട്ട് സ്പെൻഡ് ചെയ്യുക. വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങിക്കൂട്ടരുത്. നിങ്ങളുടെ ഫീലിങ്സ് എന്താ വെച്ചാൽ എല്ലാം ഒരു പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും, എന്നാൽ നിങ്ങൾക്ക് പേടിയും ഉണ്ടാവും. ഫെബ്രുവരി മാസത്തിൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. ഒരു ഇമ്പോർട്ടൻ്റ് കാൾ എന്തായാലും വരും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് വരാണ്ടിരിക്കില്ല. ജോലി സെർച്ച് ചെയ്യണവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു ഐഡിയ സ്പാർക്ക് ചെയ്യണ ഒരു ടൈമായിരിക്കും. റിലേഷൻഷിപ്പിൽ ഒരു റീകണക്ഷൻ വൈബ് ഉണ്ടാവും. മാർച്ച് മാസത്തിൽ എന്തായാലും ഒരു ഡിസിഷൻ നിങ്ങൾ എന്തായാലും എടുത്തേ പറ്റുള്ളൂ, എടുക്കുകയും ചെയ്യും. കരിയറിൽ ഡയറക്ഷൻ എന്തായാലും ഫിക്സഡ് ആവും. ഇമോഷണൽ ബാഗേജ് എന്തായാലും കുറച്ച് റിലീസാവും. കുറച്ച് റിലീഫ് മന്ത് തന്നെയാണ്. ഏപ്രിൽ മാസത്തിൽ പുതിയ റെസ്പോൺസിബിലിറ്റി എന്തായാലും വരും. അതോറിറ്റികൾ നിങ്ങളെ എന്തായാലും ഒന്ന് നോട്ടീസ് ചെയ്യും. ഫിനാൻഷ്യൽ ഡിസിപ്ലിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. ഹെൽത്തിൽ എന്തായാലും സ്ലീപ്പ് കെയർ നിങ്ങൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. മെയ് മാസത്തിൽ ഒരു ഗ്രോത്ത് മന്ത് തന്നെയാണ്. ഇൻകം സ്ലോലി എന്തായാലും ഇൻക്രീസ് ആവും. ട്രാവൽ ചേഞ്ച് ട്രാവൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് സ്ഥാനം മാറുന്നത് പോസിബിളായിട്ട് തന്നെ കാണുന്നുണ്ട്. കോൺഫിഡൻസ് ആവുകൊണ്ട് നല്ല രീതിയിൽ തന്നെ റിട്ടേൺ ഉണ്ടാവും. ജൂൺ മാസത്തിൽ റിലേഷൻഷിപ്പ് ടെസ്റ്റാണ്. പഴയ ഇത് എന്തായാലും വീണ്ടും ഉപരിതലത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കരിയറിൽ പ്രഷർ ഉണ്ടാവും, പക്ഷേ ലേണിംഗ് ആണ്. മിക്സഡ് മന്ത് തന്നെയായിരിക്കും. ജൂലൈ മാസത്തിലൊരു ബ്രേക്ക് ത്രൂ മന്ത് തന്നെയാണ്. ജോബ് ചേഞ്ച്, റോൾ അപ്ഗ്രേഡ് ചാൻസ് വളരെ കൂടുതലാണ്. റെക്കഗ്നിഷൻ ഡിലേഡ് ആയിരിക്കും, പക്ഷേ എന്തായാലും വരും. ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്തായാലും ഉണ്ടാവും. ഫാമിലി ഹാപ്പിനെസ് എന്തായാലും ഉണ്ടാവും. സേവിങ്സ് നല്ല രീതിയിൽ എന്തായാലും ഇമ്പ്രൂവ് ആവും. പ്രണയം കാമായിട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. സെപ്റ്റംബർ മാസത്തിൽ ഒരു സ്ട്രോങ് വർക്ക് റിസൾട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പ്രോഫിറ്റും ഉണ്ടാവും. സാലറിയിൽ ഹൈക്ക് ചാൻസ് നിങ്ങൾക്ക് ഉണ്ട്. അതോറിറ്റീൻ്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. നല്ല പൈസ വരുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. അതുകൊണ്ട് ആ മാസത്തിൽ നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അതൊക്കെ അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒക്ടോബർ മാസത്തിൽ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി എന്തായാലും വരും. കമ്മിറ്റ്മെൻറ്റ് ടോക്സ് പോസിബിളാണ്. മാരേജ് ഡിസ്കഷൻ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടൊരു ഡെസ്റ്റിനി അലൈൻമെൻറ്റ് ഉണ്ടാവും. നവംബർ മാസത്തിൽ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവും. ഒരു മെൻ്റൽ പീസും ഉണ്ടാവും. ഒരു സ്പിരിച്വൽ ഇൻക്ലിനേഷൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് ഭക്തിയൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാമായിരിക്കും. ഡിസംബർ മാസത്തിൽ ഒരു കുറേ സ്ട്രഗിൾ എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെന്തായാലും ഒരു അറുതി എന്തായാലും വരും. സെലിബ്രേഷൻ മോഡായിരിക്കും. ഒരു ഹാപ്പി ന്യൂസൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. സ്ട്രോങ് കോൺഫിഡൻസ് ആയിരിക്കും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ കാല് വയ്ക്കുമ്പോൾ. ഒരു വിക്ടറി മന്ത് തന്നെയാണ്. കരിയറിലായാലും ജോബിലായാലും 2026 സ്ലോ സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നത്, പക്ഷേ സ്ട്രോങ് ഫിനിഷാണ്. ജൂലൈയും സെപ്റ്റംബറുമാണ് ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് 2026. ഗവൺമെൻറ് സ്ട്രക്ചേർഡ് ജോബിന് എല്ലാവർക്കും ഫേവറാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് എന്തായാലും ജൂണിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഗുഡായിട്ടുണ്ടാവുക. പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും പാസ്റ്റ് കർമ്മിക് ലൈഫ് എന്തായാലും നല്ല ആക്റ്റീവായിട്ട് തന്നെ കാണുന്നുണ്ട്. ഒരു സീരിയസ് റിലേഷൻഷിപ്പ് എന്തായാലും നല്ല രീതിയിൽ സ്റ്റെബിലൈസ് എന്തായാലും ചെയ്യും. മാരേജ് പ്രോബബിലിറ്റി ഒക്ടോബർ
2026 അല്ലെങ്കിൽ മിഡ് 2027 നടക്കാനേ സാധ്യത കാണുന്നുള്ളൂ. ഇപ്പോൾ കല്യാണത്തിനെ പറ്റിയിട്ട് മെനക്കെട്ട് ഇതാവണ്ട, എന്നാലും വെറുതെ അന്വേഷിക്കാം. പക്ഷേ ഓവറായിട്ട് പാർട്ട്ണറെ പ്രഷർ ചെയ്യാനോ ഒന്നും പോണ്ട. അവരുടെ മൈൻഡ് മാറാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. മൈൻഡ് മാറണമെങ്കിൽ മൈൻഡ് മാറട്ടെ, അങ്ങനെ വിചാരിക്കുന്നതായിരിക്കും നല്ലത്. കാഷ്വൽ ആയിട്ടുള്ള ഒരു പ്രണയമാണെങ്കിൽ അതെന്തായാലും ദീർഘകാലം ഇനി മുന്നോട്ട് പോവുകയില്ല. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എക്സ്പെൻസ് എന്തായാലും നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യണം. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഗ്രോത്ത് ഉണ്ടാവും, കാരണം ഫസ്റ്റ് ഹാഫിൽ വരവ് കുറച്ച് കമ്മി തന്നെയാണ്. അതുകൊണ്ട് ജൂൺ മാസത്തിൽ നിങ്ങൾ ഒരിക്കലും ലോൺ എടുക്കരുത്. അത്യാവശ്യം ജൂൺ വരെയും ലോൺ എടുക്കരുത്. അതിനുശേഷം ലോൺ എടുക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. ഗോൾഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ നല്ല ഫേവറബിൾ തന്നെയാണ്. ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ്, ഡൈജഷൻ, സ്ലീപ്പ് ഇഷ്യൂസ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഇമോഷണലി നിങ്ങൾ കുറച്ച് മാർച്ച് മാസത്തിൽ നല്ല മെച്ചോർഡ് തന്നെ ആവും.